ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ അമ്മമാരുണ്ടാക്കി തന്നിരുന്ന ഒരു ബീഫ് കറിയുണ്ട്. ആ ഒരു കറിയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ്. ഇന്ന് നമുക്കതൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിവിടെ മല്ലി മുളകാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് മൂക്കട്ടെ, ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. പണ്ടൊക്കെ ഇങ്ങനെ വറുത്തിട്ട് അരകല്ലിലിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇന്നിപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടാണ് അരക്കണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുരുമുളക്, പെരിഞ്ചീരകം, തക്കോലം, കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ആറട്ടെ. അപ്പോൾ അത് മാറ്റി വെക്കാം. അപ്പോൾ ആ ചട്ടിയുടെ ചൂടിൽ കിടന്ന് തന്നെ ഒന്നും കൂടെ ഒന്ന് മുരിഞ്ഞോളും. അപ്പോൾ നമുക്കൊരു ചട്ടി അടപ്പത്ത് വെക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. കടുക് ഇടുന്നില്ല, അതുകൊണ്ട് നല്ലപോലെ ചൂടാകുമൊന്നും വേണ്ട. മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ വെളുത്തുള്ളി ചതച്ചെടുത്തേക്കണതാണ്. അതിൻ്റെ ആ തുമ്പും കടയും കളഞ്ഞിട്ട് കല്ലേൽ വെച്ചൊന്ന് ഇടിച്ചെടുത്തേക്കണതാണത്. അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ പക്ഷേ നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് ചൂടായിട്ട് വേണം ഇഞ്ചി ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്ന ഒരു പിടുത്തം ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി വെറുതെ ഒന്ന് വട്ടത്തിലൊന്ന് മുറിച്ചിട്ടേ ഉള്ളൂ. 2 മുറിച്ചെന്നേ ഉള്ളൂ. മുറിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിൽ കിടന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ. വേണ്ട, വെറുതെ ഇങ്ങനെയൊന്ന് മുറിച്ചിട്ടേ ഉള്ളൂ. ഇതൊന്നും നല്ലപോലെയൊന്നും മൂക്കൊന്നും വേണ്ട. നമുക്ക് 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയും തക്കാളിയാണ്. നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരല്പം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബീഫിൻ്റെ അരപ്പി കിടന്ന് ഈ തേങ്ങാക്കൊത്തൊക്കെ വേകുമ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഒരു 4 എണ്ണം ഉണ്ട്. ഇനി 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കണേ. ഒത്തിരി അങ്ങോട്ട് മൂക്കൊന്നും വേണ്ട. ഈ സവാള നമ്മളൊരു ചാറോട് കൂടിയാണ് എടുക്കണേ. അതേ സവാളയും ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകണ്ട. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ മല്ലിയും മുളകൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യമേ ഞാൻ ഈ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ച് എടുത്തിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ഒത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിക്കണ്ട, അല്ലെങ്കിൽ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം.
എല്ലാ കൂട്ടങ്ങളും അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. കണ്ടോ, നല്ലപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കണമെന്നില്ല, ഇങ്ങനെ തന്നെ വേണമെങ്കിലും നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇത്തിരി വെള്ളം ഒഴിച്ചൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണുണ്ടേ. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നല്ലോ, അപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂക്കട്ടെ. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഇനി ഇട്ട് പ്രത്യേകം ഇളക്കവും മൂക്കൊന്നും വേണ്ട. അതിൻ്റെ കൂടെ 2 തക്കാളിയും കൂടെ, ചെറിയ തക്കാളിയാണ്. നമ്മൾ മുളകും മല്ലിയൊക്കെ വറുത്തതാലോ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ കിടന്ന് അധികം മൂക്കൊന്നും വേണ്ട. അപ്പോൾ തക്കാളിയൊക്കെ പതുക്കെ ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഉടഞ്ഞൊന്നും പോവണ്ട. നമുക്ക് ഈ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. ജാറൊക്കെ കഴുകി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൂക്കൊന്നും വേണ്ട. ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുത്തത്. അപ്പോൾ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എന്താ വെച്ചാൽ ചട്ടി കിടന്ന് വേകുമ്പം ചട്ടി ചൂട് പിടിക്കുമ്പോഴത്തേനും പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റിപ്പോവുകയെ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കറിൽ ഇടുവാണെങ്കിൽ ഒരു 4-5 പ്രാവശ്യം ഒന്ന് വിസിൽ കേട്ടിട്ട് ചട്ടിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുവേ. എന്നിട്ട് തീ കുറച്ച് കൊടുക്കും. അപ്പോൾ പതുക്കെ അവിടെ കിടന്ന് വെന്തോളും. വെള്ളം പോരാ, അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഈ ബീഫിലെ വെള്ളമൊക്കെ നല്ലപോലെ ഊർന്ന് പോയിട്ടുണ്ട്. കുറച്ചധികം നേരമായി പിഴിഞ്ഞ് അരിപ്പാത്രത്തിൽ വെച്ചിട്ടേ. കുക്കറിലാണെങ്കിൽ ഈ വെള്ളം മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചട്ടിയിലായതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം ഒഴിക്കണേ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ടിരിക്കണേ. കല്ലുപ്പിടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, ഉപ്പ് കൂടി പോവും. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ടാൽ മതി. അപ്പോൾ അതേ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും തീ കുറച്ചിട്ട് വേവിച്ചാൽ മതി. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇത്തിരി അധികം നേരം വെക്കണേ. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഞാൻ തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റിയേ. എന്താണെന്ന് വെച്ചാൽ മൊത്തം നമുക്ക് ചാറാക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് ഞാൻ എടുക്കണേ. ഒത്തിരി വെള്ളമൊന്നും വേണ്ട. നമുക്കിതിൽ നിന്ന് ചുമന്നുള്ളി ഇട്ടൊന്ന് വറുത്തിടണേ. എണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കണേ. ഇതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ നല്ലതുപോലെ. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്തിരി അധികം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 വറ്റൽമുളകും കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ മൂക്കട്ടെ.
ഇങ്ങനെയൊക്കെ വറുത്തരച്ചൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ അമ്മമാരുണ്ടാക്കി തരുന്ന ആ കറിയുടെ രുചി നമ്മളറിയുന്നത്. അത് പക്ഷേ കല്ലേൽ വെച്ചൊക്കെയാണ് അരക്കണേ. നമ്മളിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ബീഫ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ താങ്ക് യു.